എല്ലാവർക്കും നമസ്കാരം. 2025 ആദ്യത്തെ ദിവസമാണിന്ന്. എല്ലാവർക്കും പുതുവർഷത്തിൻ്റെ ആശംസകൾ നേരുകയാണ്. അതോടൊപ്പം ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ 92ാമത് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ സമാപന ദിവസം കൂടിയാണിന്ന്. ലോകത്തെമ്പാടുമുള്ള ശ്രീനാരായണീയർക്കും സനാതന ധർമ്മവിശ്വാസികൾക്കുമൊക്കെ ആധ്യാത്മിക നിർവൃതിയേൽക്കുന്ന തീർത്ഥാടന കാലമാണ് ഈ ശിവഗിരി തീർത്ഥാടന കാലം. ഈ കഴിഞ്ഞ ദിവസം ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഗുരുദേവനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള, ഗുരുദേവനെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുള്ള എനിക്ക് എൻ്റെ വീക്ഷണങ്ങൾ, ആ വീക്ഷണങ്ങൾ ഞാൻ പങ്കുവച്ചത് പലർക്കും അസ്വസ്ഥതയുണ്ടാക്കിയതായി എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്, പ്രത്യേകിച്ച് CPM-കാർക്ക്. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഇന്നലെ എനിക്ക് മറുപടി പറയാനുള്ള തിടുക്കത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ നാട്ടിലെ, ഈ രാജ്യത്തെ കോടിക്കണക്കിന് സനാതന ധർമ്മ വിശ്വാസികൾ, അങ്ങനെയുള്ള മുഴുവൻ ആളുകളെയും അപമാനിച്ച ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇന്ന് ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ പഴയ രാജവാഴ്ചയാണ്, അത് പുനഃസ്ഥാപിക്കലാണ് എന്നാണ് ശ്രീ പിണറായി വിജയൻ പറയുന്നത്. സനാതന ധർമ്മം പഴയ രാജവാഴ്ചയാണ്, വർണ്ണാശ്രമ ധർമ്മം മാത്രമാണ് എന്നൊക്കെ പറയുന്ന ശ്രീ പിണറായി വിജയൻ തമിഴ്നാട്ടിലെ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞ സനാതനധർമ്മം ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ള വാദത്തിൻ്റെ തുടർച്ചയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. മഹാഭാരതത്തെ അടക്കം ശിവഗിരിയുടെ പുണ്യഭൂമിയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അപമാനിച്ച സാഹചര്യമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത് എന്താണ് ധർമ്മമെന്ന ചോദ്യത്തിന്, ആ ചോദ്യത്തിന് ഉത്തരമില്ലാതെ സംശയത്തിൻ്റെ ചോദ്യമുയർത്തി പിൻവാങ്ങുന്ന ഒന്ന് എന്നാണ് മഹാഭാരതത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. കേരളത്തിലെ ഹിന്ദു വിശ്വാസികളായിട്ടുള്ള ആളുകളൊന്ന് ചിന്തിക്കണം. മറ്റേതെങ്കിലും ഒരു മതവിശ്വാസത്തിലെ ഇതുപോലെയുള്ള പുണ്യഗ്രന്ഥത്തെക്കുറിച്ച് പിണറായി വിജയനും CPM-ഉം ഇതുപോലെ പറയുമോ? മഹാഭാരതത്തെക്കുറിച്ച് പറഞ്ഞത് ഈ പരിശുദ്ധ ഖുർആൻ ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരേറ്റവും പുണ്യമായിട്ട് കണക്കാക്കുന്ന പരിശുദ്ധ ഖുർആനെക്കുറിച്ച് പിണറായി വിജയൻ ഇതുപോലെയൊന്ന് പറയുമോ? നമ്മളൊന്ന് ആലോചിക്കണം. സനാതന ധർമ്മപാതയെക്കുറിച്ച് വികലമായിട്ടുള്ള ധാരണകൾ പടർത്തുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെയും ഇസ്ലാമിക തീവ്രവാദികളുടെയും ഒക്കെ ഒരു പതിവ് രീതിയാണ്. പിണറായിക്ക് അറിയില്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം. മദ്രാസ് ഹൈക്കോടതി ഇത് സംബന്ധിച്ചിട്ടുള്ളൊരു വിശദമായിട്ടുള്ള നിർവചനം അവരുടെ വിധിയിൽ അവർ പറഞ്ഞിട്ടുണ്ട്. സനാതന ധർമ്മത്തെ ഹൈന്ദവർ പാലിക്കേണ്ട ചില കടമകളാണ് എന്നാണ് സനാതന ധർമ്മത്തിൻ്റെ കാതൽ എന്നാണ് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. ഈ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് സനാതനധർമ്മം എന്നുള്ളത് അതൊരു തെറ്റിദ്ധാരണയാണ് എന്നാണ് ഹൈക്കോടതി വിലയിരുത്തിയത്. കാലത്തിന് അനുയോജ്യമായിട്ടുള്ള മാറ്റങ്ങൾ, ആ മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നിത്യമായിട്ട് നിലനിൽക്കുന്ന മൂല്യങ്ങൾ, ആ മൂല്യങ്ങളെക്കുറിച്ചാണ് സനാതനധർമ്മം എന്ന് പറയുന്നത് എന്നെങ്കിലും ശ്രീ പിണറായി വിജയൻ മനസ്സിലാക്കണം. സനാതനം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള മാറ്റങ്ങൾക്കും തയ്യാറല്ലാത്തത്, ഒരു തരത്തിലുള്ള മാറ്റങ്ങൾക്കും വഴങ്ങാത്തത് എന്നല്ല അർത്ഥം. ആ മാറ്റങ്ങൾ വാസ്തവത്തിൽ ജാതി വ്യവസ്ഥയെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് ഗുരുദേവൻ നടത്തിയ പരിശ്രമങ്ങൾ, ആ പരിശ്രമങ്ങൾ സനാതനധർമ്മത്തിന് ഉൾക്കൊള്ളാൻ സാധിച്ചത് സനാതനധർമ്മത്തിൽ മാറ്റങ്ങൾക്ക് തയ്യാറായതുകൊണ്ടാണ്. ഗുരുദേവന് സനാതനധർമ്മവുമായിട്ടൊരു ബന്ധവുമില്ല എന്നാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും എനിക്ക് ഓർമ്മയുണ്ട്, ശിവഗിരിയിലെ മണ്ണിൽ ഞാൻ നടത്തിയ പ്രസംഗത്തിനെ സംബന്ധിച്ച് പിണറായി വിജയൻ വീണ്ടും ഇതേപോലെയുള്ള ഒരു ചിന്ത, അതായത് അതിൻ്റെ പിന്നിലൊരു ലക്ഷ്യമുണ്ട്. കാരണം ലക്ഷക്കണക്കിന് ശ്രീനാരായണീയർ ആരാധിക്കുന്ന ഗുരുദേവൻ, ആ ഗുരുദേവനെ നാസ്തികനായിട്ട് ചിത്രീകരിക്കുക എന്നുള്ളൊരു രാഷ്ട്രീയ ലക്ഷ്യം. കാരണം ഗുരുഭക്തി ഇല്ലാതാക്കി വിശ്വാസ പ്രമാണങ്ങളെ മുഴുവൻ അട്ടിമറിക്കുക എന്നുള്ള ലക്ഷ്യം. ഗുരുദേവൻ്റെ ചൈതന്യത്തെയും ഗുരുദേവൻ്റെ ഈശ്വരീയതയെയും മറച്ചു വെച്ചുകൊണ്ട് ഗുരുദേവനെ കേവലം വിപ്ലവകാരിയും
ഗുരുദേവനെ കേവലം സാമൂഹ്യ പരിഷ്കർത്താവുമായിട്ട് അവതരിപ്പിക്കുക എന്നുള്ള കമ്മ്യൂണിസ്റ്റ് ലക്ഷ്യം. ആ കമ്മ്യൂണിസ്റ്റ് ലക്ഷ്യമാണ് മുഖ്യമന്ത്രി സ്ഥിരമായിട്ട് ഇതുപോലെയുള്ള വേദികളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ എന്നെഴുതിയ ഗുരുദേവൻ നാസ്തികനായിരുന്നു എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞാൽ ഈ നാട്ടിലെ സനാതന ധർമ്മവിശ്വാസികൾക്ക് അത് മുഖവിലക്കെടുക്കാൻ പറ്റുമോ? വിനായകാഷ്ടകമടക്കം ഹിന്ദു ദേവീദേവന്മാരെ പ്രകീർത്തിച്ചുകൊണ്ട് നിരവധി ശ്ലോകങ്ങൾ എഴുതിയ ഗുരുദേവൻ നാസ്തികനാണെന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് അവരുടെ സ്റ്റഡി ക്ലാസ്സിൽ പറയാം. പക്ഷേ സനാതനധർമ്മ വിശ്വാസികളോട്, ശ്രീനാരായണ ഭക്തരോട് അത് പറഞ്ഞാൽ അത് മുഖവിലക്കെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നിങ്ങൾ ശ്രീനാരായണ ഗുരുവിനെ ഏത് തരത്തിലാണോ വ്യാഖ്യാനിക്കുന്നത് അത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ വ്യാഖ്യാനം തൊണ്ട തൊടാതെ വെള്ളം കൂട്ടാതെ ഈ നാട്ടിലെ സനാതന ധർമ്മ വിശ്വാസികൾ മുഴുവൻ വിഴുങ്ങും എന്ന് നിങ്ങൾ കരുതരുത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഗുരുവിനെക്കുറിച്ച്, ഗുരുദേവനെക്കുറിച്ച് ഇങ്ങനെ ധരിക്കണം എന്ന് നിങ്ങൾ ശഠിക്കുന്നത് തന്നെ നിങ്ങൾക്ക് ഗുരുദേവനെ അറിയാത്തത് കൊണ്ടാണ്. ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഗുരുദേവൻ അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയത് ശിവപ്രതിഷ്ഠയാണ്. നാസ്തികനായിരുന്നെങ്കിൽ അദ്ദേഹം ശിവപ്രതിഷ്ഠ നടത്തില്ല. ശിവഗിരിയുടെ പേരാണ് ഗുരുദേവൻ്റെ സമാധി സ്ഥലത്തിനുള്ളത്. അല്ലാതെ അവിടെ ഒരു നാസ്തികനായിട്ടുള്ള ഒരാളുടെ കൊടുത്തിട്ടുള്ള പേരല്ല. ശങ്കരൻ്റെ മതമാണ് തൻ്റേതും എന്ന് പറഞ്ഞ ഗുരുദേവൻ ശങ്കരൻ കാശ്മീരിൽ പ്രതിഷ്ഠിച്ച ശാരദ അമ്പയെ അല്ലെങ്കിൽ സരസ്വതിയെ, ആ സരസ്വതിയെ ശിവഗിരിയിൽ പ്രതിഷ്ഠ നടത്തിയതും ഗുരുദേവനാണ്. അതുകൊണ്ട് ഗുരുദേവൻ്റെ വത്സല ശിഷ്യനും ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുമായിരുന്ന മഹാകവി കുമാരനാശാൻ, അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഈ തീയ സമുദായത്തിൽപ്പെടുന്ന ആളുകൾ ബുദ്ധമതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യണം എന്നുള്ളൊരു വാദം ഉയർന്നു വന്നപ്പോൾ വിവേകോദയത്തിൽ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ആശാൻ പറഞ്ഞത്, ഞാനത് കഴിഞ്ഞ ദിവസവും ശിവഗിരിയിലെ പ്രസംഗത്തിൽ ഞാൻ ഉദ്ധരിച്ചിരുന്നു, ഞാൻ ഒരിക്കൽ കൂടി അത് ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത്, ഞാനും നിങ്ങളും ശ്രീനാരായണ ഗുരുവും തീയ സമുദായത്തിലെ അംഗങ്ങളാണ്. ആ സമുദായം ഹിന്ദു മതത്തിൻ്റെ ഭാഗമാണ്. വിദ്വാൻമാർക്കും അവിദ്വാൻമാർക്കും ധനവാന്മാർക്കും ദരിദ്രർക്കും സുഖികൾക്കും ദുഃഖികൾക്കും ഒരുപോലെ ആശ്വാസം നൽകുന്ന ആശയും ജനിപ്പിക്കുന്ന സർവതോന്മുഖമായിട്ടുള്ള വ്യാപ്തിയും മഹാത്മ്യവും ഉള്ള ഹിന്ദുമതത്തെപ്പോലെ മറ്റൊന്നില്ല എന്ന് അറിഞ്ഞവരെല്ലാവരും സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. ഇതാണ് കുമാരനാശാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഗുരുദേവൻ്റെ ഹൃദയമറിയുന്ന ആശാന് ഈ കാര്യത്തിലൊരു സംശയം ഉണ്ടായിരുന്നില്ല. കുമാരനാശാനേക്കാൾ നന്നായിട്ട് ശ്രീനാരായണ ഗുരുദേവനെ പിണറായി വിജയനും എം പി രാജേഷിനും അറിയാം എന്ന് ആരെങ്കിലും വിശ്വസിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ആർക്കും ബോധ്യമാവില്ല. മാത്രമല്ല, ആശാൻ ഗുരുസ്തവത്തിൽ നാരായണമൂർത്തേ ഗുരു നാരായണമൂർത്തേ എന്ന് തുടങ്ങുന്ന ഗുരുസ്തവത്തിൽ, ഗുരുദേവൻ്റെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് രചിച്ച ഗുരുസ്തവത്തിൽ ആശാൻ എഴുതിയത്, വാദങ്ങൾ ചെവിക്കൊണ്ടും മതപ്പോരുകൾ കണ്ടും മോദസ്ഥിരനായങ്ങ് വസിപ്പൂമല പോലെ വേദാഗമസാരങ്ങൾ അറിഞ്ഞങ്ങൊരുവൻ താൻ ഭേദാദികൾ കൈവിട്ടു ജയിപ്പൂ ഗുരുമൂർത്തേ. അതായത് വേദാന്തവും സിദ്ധാന്തവും അറിഞ്ഞവരാണ് ഗുരു എന്നാണ് ആശാൻ പറയുന്നത്. ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്ന് ഗുരുദേവൻ പഠിപ്പിച്ചത് സനാതനധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ്. അതാണ് സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ. ഇപ്പോൾ മുഖ്യമന്ത്രി ഈ ചില ശ്ലോകങ്ങൾ ഉദ്ധരിച്ച് ആ ശ്ലോകങ്ങളുടെ പേരും പറഞ്ഞിട്ട് പശുവിനും ബ്രാഹ്മണനും മാത്രം സുഖം ഉണ്ടാകണം എന്നാണ് വ്യാഖ്യാനിക്കുന്നത് എന്ന് ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള ശ്ലോകത്തെ ഈ തരത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്, അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഈ നാടിൻ്റെ വിശ്വാസ പരമ്പരകളെ അപമാനിക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ ശിവഗിരി തീർത്ഥാടനം നടക്കുന്നതിനിടയിൽ
ഗുരുതെളിച്ച വഴിയിലൂടെയാണ് കേരളത്തെ പിണറായി സർക്കാർ നയിക്കുന്നത് എന്ന് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള മന്ത്രി ശിവഗിരിയിൽ പ്രസംഗിച്ച് നാവ് വായിലിടുന്നതിന് മുമ്പേ അദ്ദേഹത്തിൻ്റെ സർക്കാർ ഇറക്കിയ ഉത്തരവ് കൊടിസുനിക്ക് പരോൾ അനുവദിക്കുന്നതായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടതെന്താ? തലശ്ശേരിയിലെ BJP പ്രവർത്തകനായിരുന്ന വടക്കുംപാട് നിഖിലിനെ വെട്ടിക്കൊന്ന കേസിലെ പ്രതികൾ, ആ പ്രതികളുടെ ഗൃഹപ്രവേശനത്തിന് CPMൻ്റെ വലിയ നേതാക്കന്മാർ, ആ ജില്ലയിലെ വലിയ നേതാക്കന്മാർ മുഴുവൻ കൂട്ടത്തോടു കൂടി എത്തുന്നതാണ്. ചന്ദ്രശേഖരൻ, TP ചന്ദ്രശേഖരനെ 51 വെട്ടിക്കൊന്ന കൊടിസുനിയുടെ മനുഷ്യാവകാശം, ആ മനുഷ്യാവകാശം സംരക്ഷിക്കാൻ ആളുകൾ നിഖിലിൻ്റെ വധക്കേസിലെ പ്രതികൾക്കൊപ്പം അവരുടെ ഗൃഹപ്രവേശം ആഘോഷിക്കുന്ന ആളുകൾ അവർ പറയാണ് ഗുരുതെളിച്ച വഴിയിലൂടെയാണ് ഞങ്ങൾ കേരളത്തെ നയിക്കുന്നത്. അതിനർത്ഥം എന്താ? അവർക്ക് ഗുരുദേവൻ്റെ ഗുരുദർശനവും അറിയില്ല, അവർക്ക് സനാതനധർമ്മവും അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ പാർട്ടി സ്റ്റഡി ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന പെരുന്നുണകൾ, ആ പെരുന്നുണകൾ ഉത്തരവാദപ്പെട്ട വേദികളിൽ ആവർത്തിച്ചു കഴിഞ്ഞാൽ ആ വേദികളിൽ ആവർത്തിക്കുന്നത് അതേപടി ജനങ്ങൾ മുഖവിലക്കെടുക്കും, അതേപടി തൊടാതെ വിഴുങ്ങും എന്ന് കരുതരുത്. അതുകൊണ്ട് ഞാൻ അവസാനം ഒരു കാര്യം കൂടി വീണ്ടും ശ്രീമാൻ പിണറായി വിജയനോട് ചോദിക്കുകയാണ്. താങ്കൾ ഇതേപോലെ മഹാഭാരതത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ പരിശുദ്ധ ഖുർആനെക്കുറിച്ച് പറയാൻ താങ്കൾക്ക് ധൈര്യമുണ്ടോ എന്ന് കൂടി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുക.